ഞാൻ വൈദ്യ അനിൽകുമാർ. നമസ്കാരം. നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ള വിഷയം ഇന്ന് വെരിക്കോസ് വെയിൻ. അതിന് ഫലപ്രദമായ ചികിത്സ ആയുർവേദത്തിൽ ലഭ്യമാണോ? ഗുണപ്രദമായിട്ട് നമുക്ക് അധികം കാലമില്ലാതെ അധികം ക്ലേശമില്ലാതെ വെരിക്കോസ് വെയിന് സുഖപ്പെടുത്താൻ പറ്റുമോ? ചികിത്സിച്ച് മാറ്റിയാൽ നമുക്ക് ഈ രോഗം ആവർത്തിച്ച് വരുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ഓരോ രോഗിയിലും വളരെ ആശങ്കയുണ്ട്. കൂടെ ജീവിക്കുന്ന വെരിക്കോസ് വെയിനായിട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകളുടെ ആശങ്ക അതാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് വെരിക്കോസ് വെയിൻ നമ്മളെ ശല്യപ്പെടുത്തുമോ? രോഗകാരണമായിട്ടുള്ള കൂടുതൽ നേരം നിൽക്കുന്ന കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരുമോ? അതായത് ഒരു പ്രവൃത്തി പോലീസുകാർക്ക്, ടീച്ചേഴ്സിനൊക്കെയാണ് ധാരാളമായിട്ട് ഈ രോഗം കണ്ടുവരുന്നത്. അങ്ങനെയുള്ള പ്രവൃത്തി ആവർത്തിച്ച് തുടർന്ന് ചെയ്യുന്നത് കൊണ്ട് ഈ രോഗത്തെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതശൈലി ഈ വെരിക്കോസ് വെയിൻ്റെ കാരണമാണ്. അത് മാറ്റുവാൻ, രോഗമുണ്ടാകുന്നതിന് കാരണം മാറ്റുവാനായിട്ട് നമുക്ക് ആകെ മാറ്റം വരുത്താവുന്ന ആഹാരശൈലിയാണ്. മധ്യവയസ്സുള്ള ആളുകളിൽ ധാരാളം ഈ രോഗം കണ്ടുവരുന്നുണ്ട്. 30 വയസ്സിന് ശേഷവും 50 വയസ്സിന് ഇടയിലുമാണ് ഈ രോഗത്തിൻ്റെ ക്ലേശം അധികമായിട്ട് അനുഭവിക്കുന്നത്. ഒരനുഭവക്കുറിപ്പ് ഞാനിവിടെ പറയാം. മധ്യവയസ്സുള്ള ഒരു ടീച്ചർ സ്വന്തമായി കാറ് ഡ്രൈവ് ചെയ്ത് സ്കൂളിലേക്ക് പോയിരുന്ന അധികം 4 മുതൽ 5 മണിക്കൂർ വരെ പ്രതിദിനം ക്ലാസ്സുകൾ നിന്നുകൊണ്ട് എടുത്തിരുന്ന ഒരു ടീച്ചറുടെ അനുഭവമാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡോപ്ലർ സ്കാൻ ചെയ്ത് സർജറി ഫിക്സ് ചെയ്ത സമയത്താണ് ടീച്ചർ എന്നെ സമീപിക്കുന്നത്. ചെറുതുരുത്തി ആയുർവേദ റിസർച്ച് സെൻറ്റർ, കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള ചികിത്സാ കേന്ദ്രത്തിൽ 100 കണക്കിന് കേസുകൾ ഓരോ വർഷവും വെരിക്കോസ് വെയിൻ്റെ അൾസറേഷനും ഇൻഫെക്ഷസ് കണ്ടീഷനും ഒക്കെ ചികിത്സിച്ച് സുഖമാകുന്ന അനുഭവം അറിയാവുന്നതിൻ്റെ പേരിൽ ഞാൻ അവിടുത്തെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ സഹകരണത്തോടു കൂടി നിർദ്ദേശാനുസരണം കൃത്യമായ ചികിത്സ ഈ ടീച്ചർക്ക് കൊടുക്കുകയുണ്ടായി. സഹചരാതി, ദേവതാരം, കരിങ്കുറിഞ്ഞി, ചുക്ക്, ഇത് 3 സഹചരാതി കഷായത്തിൻ്റെ ഇൻഗ്രീഡിയൻസ്. അത് വെള്ളത്തിൽ തിളപ്പിച്ച് അതിൻ്റെ ചോറിന് തിളപ്പിച്ച് കഷായം വെച്ച് മെമ്പൊടിയായിട്ട് സഹജാതി ആവർത്തി 14 ആവർത്തി 10 തുള്ളി ചേർത്ത് 2 നേരം ഭക്ഷണത്തിന് മുമ്പാണ് കഴിക്കാൻ പറഞ്ഞത്. കഷായം വയ്ക്കേണ്ട വിധം ഡോക്ടറെ കണ്ട് അതിൻ്റെ പഥ്യക്രമത്തോടു കൂടി ഏതൊക്കെയാണ് കഴിക്കേണ്ടത്, ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമ്പ്രദായമാണ്. ചികിത്സകൻ്റെ നിർദ്ദേശം കൊണ്ട് വേണം ഞാൻ ഈ കഷായം പറഞ്ഞെന്നുള്ളൂ. അത്ര ഇഫക്റ്റീവായിട്ടുള്ള സിമ്പിൾ കഷായമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ചികിത്സാ നിർദ്ദേശം ഡോക്ടറിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. വെരിക്കോസ് വെയിൻ്റെ സ്ഥിരാവേദം എന്ന രക്തമോക്ഷം എന്ന ചികിത്സയാണ് ഏറ്റവും ഫലപ്രദമായിട്ട് കണ്ടുവരുന്നത്. സ്ഥിരാവേദം, രക്തമോക്ഷം പല വിധത്തിൽ ചെയ്യാറുണ്ട്. അത് കൊമ്പ് വെച്ച് കളയുന്ന സമ്പ്രദായത്തിൽ ഇന്ന് ആധുനിക രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്തിട്ട് ശരിക്ക് പങ്ക്ചർ ചെയ്തിട്ട് നമ്മളുടെ വെരിക്കോസ് വെയിൻ്റെ സമീപ പ്രദേശത്തുള്ള ദുഷിച്ച് നിൽക്കുന്നതായി കെട്ടി നിൽക്കുന്നതായ രക്തത്തെ ഇവാക്വേറ്റ് ചെയ്ത് ഒഴിവാക്കി കളയുന്ന രീതിയിൽ പങ്ക്ചർ ചെയ്ത് സിറിഞ്ച് വെച്ച് ട്യൂബിട്ട് ഏകദേശം ഒരു 100 മുതൽ 200 മില്ലി ബ്ലഡാണ് ഒരു തവണ രക്തമോക്ഷം ചെയ്ത് കളയുന്നത്. അതിന് മുൻപേ ബ്ലീഡിങ് ടൈമും ക്ലോട്ടിങ് ടൈമും ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് പ്രൊസീജിയർ ചെയ്ത് വരുന്നത്. അതാത് കേന്ദ്രങ്ങളിൽ വേണ്ട നിർദ്ദേശപ്രകാരം ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാവുന്ന തരത്തിലുള്ള ആൻറ്റി ഇൻഫെക്റ്റീവായിട്ട് ത്രിഫല കഷായം കൊണ്ട് ക്ഷാളനം മുതലായ സംഗതികളൊക്കെ ചെയ്ത് കൃത്യമായി അത് രോഗത്തിൻ്റെ ചികിത്സാ മാർഗത്തിൽ വൈദ്യ പരിചയമുള്ള ആളുകൾ സമീപിച്ച് വേണം ചെയ്യാനായിട്ട്. എന്തിനാലും കഷായ സേവ ഈ പ്രൊസീജിയറിന് മുന്നും ശേഷവും, പാചനത്തിനായിട്ട് മുൻപും ശേഷദോഷ നിർഹരണത്തിനായിട്ട് 6 മാസമെങ്കിലും കൃത്യമായിട്ട് കഷായം കഴിക്കേണ്ടതുണ്ട്. കഴിച്ച് കഴിഞ്ഞാൽ 3-4 വർഷമായി ആ ടീച്ചർ, മധ്യവയസ്സുള്ള ടീച്ചർ എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വന്നിട്ട് അവർ ഇപ്പോൾ കഷായമൊന്നും കഴിക്കുന്നില്ല. മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് ചികിത്സ ഈ കോവിഡ് കാലം വരെ അവർ കൃത്യമായിട്ട് നിന്ന് ചികിത്സ പഠിപ്പിക്കൽ നടത്തുന്നുണ്ടായിരുന്നു. അവർ സുഖമായിട്ട് അതിന് ഭേദപ്പെട്ടു എന്ന് തന്നെ പറയാം. നിശേഷം ഇല്ലാതെയായി വെരിക്കോസ് വെയിൻ എന്ന് പറയാം. തടിച്ചു നിന്നതായ വെയിനുകളൊക്കെ തന്നെ സാധാരണഗതിയിലേക്ക് മടങ്ങുകയും റിപ്പയർ നടക്കുകയൊക്കെ ചെയ്തു. പാലിൻ്റെ ഉപയോഗം ക്രമത്തിൽ കുറഞ്ഞതായിട്ട് 30 വയസ്സിനും 50 വയസ്സിനിടെയുള്ള മധ്യവയസ്സുള്ള ആളുകൾക്ക് പാല് കുടിക്കുന്ന ശീലം നിശേഷമില്ലാതെയായി നമ്മുടെ കേരളത്തിലെ മലയാളികളായിട്ടുള്ള സ്ത്രീകളിൽ ആഹാര കാര്യത്തിൽ. അതുകൊണ്ട് അത് നമ്മളുടെ രോഗ കാരണമായിട്ടുള്ള കാൽഷ്യം ഡെഫിഷ്യൻസിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ആരോഗ്യ സമ്പ്രദായത്തിൽ പാല് കുടിക്കുന്ന രീതി നിത്യേന തന്നെ ഉണ്ടായേ മതിയാകൂ. പാലിൽ പോഷകം വേണ്ടത്ര ഇല്ല, അത് വേണ്ട പോഷക ഗുണമുള്ള പാലല്ല ലഭിക്കുന്നതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് പാൽ അളവിൽ കഴിക്കേണ്ടതുണ്ട്. ആഹാരത്തിൽ വേണ്ട ചിട്ടകൾ, പഥ്യക്രമങ്ങൾ നമ്മൾ വൈദ്യനിർദ്ദേശപ്രകാരം സ്വീകരിക്കേണ്ടതുണ്ട്. വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾ
പാലിക്കേണ്ട ഒരു വേറെ കാര്യം, പാചകം ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ നേരം നിന്നുകൊണ്ട് ചെയ്യും. കഴിയുമെങ്കിൽ കാലുയർത്തി വെക്കാവുന്ന തരത്തിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്നു കൊണ്ട് കട്ട് ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇളക്കേണ്ട സമയത്ത് മാത്രം നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് നിന്നാൽ പോരെ. അപ്പോഴും വേണമെങ്കിൽ ചെറിയ സ്റ്റൂൾ ഇട്ട് കൊടുത്ത് കാലൊന്ന് അല്പം ഉയർത്തി വെച്ചിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വെരി ഗുഡ്. അല്ലെങ്കിൽ നമ്മൾ ഈ കിച്ചണിൽ ഇന്നത്തെ ആധുനിക സമ്പ്രദായത്തിൽ സ്ലാബിൻ്റെ മുകളിൽ ടേബിൾ ടോപ്പായിട്ടാണ് ഗ്യാസ് കിച്ചൺ വെക്കുന്നതെങ്കിൽ അവിടെ ഇരിക്കാനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായി. അപ്പോൾ നമ്മുടെ കാലിന് സ്ട്രെയിന് കുറയ്ക്കുന്നതായ കാര്യം ചികിത്സിച്ച് സുഖപ്പെട്ടാൽ നമ്മൾ ആവർത്തിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. പാചകത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി റെസ്റ്റ് കിട്ടാവുന്ന തരത്തിൽ വേണം പാചകകാര്യങ്ങൾ ചെയ്യാൻ. ആഹാരകാര്യം ചിട്ടപ്പെടുത്തുക, ഔഷധങ്ങൾ കൃത്യമായിട്ട് രോഗം ഭേദമാവുന്നത് വരെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അനായാസം ഈ രോഗം ചികിത്സിക്കാവുന്നതാണ്. അഭ്യംഗം ഇതിന് എണ്ണ പുരട്ടി തടവിൽ റിവേഴ്സായിട്ട് ചെയ്യണം. അനുലോമമായിട്ട് ചെയ്യുന്നതിന് പകരം വിലോമമായിട്ട് പ്രതിലോമമായിട്ട് വേണം ഇതിനെ മസാജ് ചെയ്യാനായിട്ട്. സഹചരാതി കുഴമ്പ് തൈലമിട്ട് കാലിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന രക്തത്തെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന മാതൃകയിൽ തടവി കൊടുക്കുകയാണ്, ശക്തമായിട്ട് തടവി കൊടുക്കുകയാണെങ്കിൽ ആ വെയിനിനെ ചേർത്ത് തടവുകയാണെങ്കിൽ ഗുണപ്രദമായിട്ടുള്ള കാര്യമാണ്. ആരെങ്കിലും സഹായം തേടുന്നത് നല്ലതായിരിക്കും. ഈ കോവിഡ് കാലത്ത് നമുക്ക് വീട്ടിൽ ആരുടെയെങ്കിലും സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വെരിക്കോസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഇത് ഒരു ആശ്വാസപ്രദമായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ ലൈക്ക് ചെയ്തെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് അവർക്ക് കൂടി ഈ അറിവ് പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾ ബട്ടൺ അമർത്തിയ അടുത്ത വീഡിയോ ഇതിനോട് ചേർന്ന് വരുന്നതായ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.